നമസ്കാരം. BJPയുടെ സത്യമേവ ജയതയിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നേതാക്കന്മാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള പരിപാടിയാണിത്. ലീഡേഴ്സ് ടോക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു, അതിൻ്റെ ഫലം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ ഇലക്ഷനിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം എന്തായിരിക്കും, ജനങ്ങളുടെ ചിന്താഗതി എന്തായിരിക്കും, മനോഭാവം എന്തായിരിക്കും, ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. മുൻ ഗവർണറായിട്ടുള്ള BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് ആദ്യം കേൾക്കാം. ഒന്ന്, ജനങ്ങൾ കാര്യഗൗരവമുള്ളവരും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയുന്നവരുമാണ് എന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിച്ചിട്ടുണ്ട്. ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA വളരെ ചിട്ടയോടുകൂടി പറഞ്ഞത് നടപ്പിലാക്കിയ കാര്യങ്ങൾ പറയുകയും ചെയ്തു. എതിർപക്ഷത്ത് ഉള്ളവർ, ഓരോ സംസ്ഥാനത്തും എതിർപക്ഷത്തുള്ളവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ടായിരുന്നില്ല. ഭാവി സംസ്ഥാനം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെക്കാൻ കഴിഞ്ഞില്ല. വളരെ വ്യത്യസ്തമായ 2 സമീപനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്കിവിടെ കാണാൻ കഴിയും. NDA വ്യക്തമായി തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒരു ഭാരതത്തിൻ്റെ ദേശീയ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. കോൺഗ്രസ്സിനാകട്ടെ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടുകെട്ടിൽ അവിയൽ പരുവത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസവുമില്ല എന്ന് തെളിയിക്കാൻ. കാരണം ഭാരതത്തിൻ്റെ ഭാഗമാണ് ഈ ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ ജനങ്ങൾ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സമഗ്രമായ സമൂലമായ പരിവർത്തനത്തിൻ്റെ ഭാഗമായി തീരണം തങ്ങളും എന്ന ജനങ്ങളുടെ ഉറച്ച തീരുമാനമായിരുന്നു വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഫലം എങ്ങനെയായി തീരുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ദിശാസൂചകം കൂടിയാണ് വാസ്തവത്തിൽ ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കുമ്മനം പറഞ്ഞ സമയത്ത് പറഞ്ഞൊരു പാൻ ഇന്ത്യൻ ഒരു വീക്ഷണം, അത് മറുപക്ഷത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. NDA അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്താ അതിനെ? തീർച്ചയായിട്ടും അതിനകത്ത് രാജേട്ടൻ പറഞ്ഞതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഇപ്പോൾ BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന അപൂർവ സംസ്ഥാനങ്ങളായിരുന്നു ഈ പ്രധാനപ്പെട്ട 3. മറ്റൊരിടത്തും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ വലിയ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിൽ BJP കോൺഗ്രസ് ഫൈറ്റ് ഇല്ല, ബീഹാറിൽ BJP കോൺഗ്രസ് ഫൈറ്റ് ഇല്ല, ഗുജറാത്തിലില്ല, മഹാരാഷ്ട്രയിലില്ല. ഈ സംസ്ഥാനങ്ങളിലെങ്ങും BJPയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നില്ല. അപ്പോൾ BJPയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവം സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്. പിന്നെ മിസോറാമിൽ പക്ഷേ പ്രാദേശിക പാർട്ടികളുടെ സാന്നിധ്യം ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ളിടത്ത് ജനം എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ് എന്നാണല്ലോ ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ അവതരിപ്പിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നതും കോൺഗ്രസ് അല്ലാതെ പാൻ ഇന്ത്യ സ്വഭാവത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളുള്ള അല്ലെങ്കിൽ സാന്നിധ്യമുള്ള മറ്റൊരു പാർട്ടി ഇല്ലതാനും. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് പ്രതിപക്ഷം എന്ന നിലയിൽ എതിർക്കാൻ പോലും ആരുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം മറ്റുള്ളതെല്ലാം പ്രാദേശിക കക്ഷികളാണ്. ഈ പ്രാദേശിക കക്ഷികൾ എല്ലാവരും തന്നെ കോൺഗ്രസ് വിരുദ്ധരാണ് താനും. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു സമയത്ത് BJPയുമായി സഹകരിച്ചവരാണ് എല്ലാ പ്രാദേശിക പാർട്ടികളും നമുക്ക് നോക്കിയറിയാം. ബീഹാറിലായാലും മഹാരാഷ്ട്രയിലായാലും ആന്ധ്രയിലായാലും എല്ലായിടത്തും, ഇന്ത്യയിലെ എല്ലായിടത്തെയും പ്രാദേശിക കക്ഷികൾ, ഇവൻ തമിഴ്നാട് വരെ നോക്കുമ്പോൾ കേരളത്തിലും വേണമെങ്കിൽ പറയാം CPM കക്ഷി സംവിധാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ എവിടെയാണുള്ളത് ഈ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്? പ്രാദേശിക കക്ഷികൾ എല്ലാവരും ഒരിക്കൽ BJPയുടെ സഖ്യകക്ഷികളായിരുന്നവരാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സിന് അവരുടെ ഗ്രൗണ്ട് നഷ്ടമായി എന്ന് നമുക്കിതിൽ നിന്ന് പറയേണ്ടി വരും. കാരണം അവരുടെയൊക്കെ ഏറ്റവും സ്വാധീനമുള്ള സംസ്ഥാനങ്ങളായിരുന്നു രാജസ്ഥാനും ഛത്തീസ്ഗഡും, ഒരു പരിധിവരെ മധ്യപ്രദേശും. അവിടെ അവർക്ക് BJPയെ നേരിടുന്നതിന് ആവശ്യമായ നയപരിപാടികളില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കപ്പെട്ടു.
കാരണം അവർ രാഹുലിനെ ആയിരുന്നു മുൻനിർത്തിയത്. ചിലയിടങ്ങളിൽ അശോക് ഗെഹ്ലോട്ട്, ഉദാഹരണം പറയുന്നത് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടാണ് തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തത്. അവിടെ രാഹുൽ ആയിരുന്നില്ല. മധ്യപ്രദേശിൽ കമൽനാഥിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ലീഡ്, അവിടെയും രാഹുൽ ആയിരുന്നില്ല. അപ്പൊ രാഹുലിനെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും രാഹുൽ വേണ്ടാതാവുകയും അവരുടെ പ്രാദേശിക നേതാക്കന്മാര് നയിച്ച തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് വരുന്നത് മുൻപ് രാജേട്ടൻ പറഞ്ഞതുപോലെ BJPയുടെ മുൻപോട്ടേക്ക് വെച്ച നയപരിപാടികളുടെ വിജയം, അതോടൊപ്പം തന്നെ സ്വാഭാവികമായും BJPയുടെ ജനക്ഷേമപരം മോദി ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വലിയൊരു ഘടകമാണ്. BJP ഉയർത്തുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഐക്യം അല്ലെങ്കിൽ സാംസ്കാരിക ചിന്ത, അത് വിശ്വാസപരമാണ് എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണം നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് കുമ്മനത്തിന് പറയാനുള്ളത്? വിശ്വാസം കാരണം സബ്കാ വിശ്വാസം എന്ന് മോഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. സബ്കാ പ്രയാസ് സബ്കാ വികാസ്. അപ്പോൾ എല്ലാം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിൽ കാപട്യം കൊണ്ടുവരുമ്പോഴാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ ഒരു ഹിന്ദുത്വ വികാരം ഇളക്കി വിട്ട് കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലിനോടുകൂടി അതിനെ ഒരു പ്രചരണായുധമാക്കി മാറ്റി വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു ഗിമ്മിക്കാക്കി മാറ്റിയെടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചത് പരാജയപ്പെട്ടു. ഇവിടെ വിശ്വാസം തന്നെയാണ് അവർ നോക്കിയെടുത്തത്. പക്ഷേ അത് വെറും താൽക്കാലികമായ സ്വാർത്ഥപരമായ അതെ ഒരു തട്ടിപ്പാണ്. അതൊരു തട്ടിപ്പാണ് എന്നവർക്ക്, അതൊരു മുഖംമൂടിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. പിന്നെ രണ്ടാമത്, ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്കൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ സാധ്യമല്ല. രണ്ട്, ജാതി വികാരം ഇളക്കി വിട്ട് ആളുകളിൽ നിന്നും മുതലെടുപ്പ് നടത്തി അതിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടൽ തെറ്റി. മൂന്നാമത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ആണ്. അവർക്ക് വേണ്ടത് നല്ല റോഡ്, കഴിക്കാൻ ആഹാരം, കുടിക്കാൻ വെള്ളം വേണം, കയറിക്കിടക്കാനൊരിടം വേണം, അതുപോലെ ചെയ്യാനൊരു തൊഴിൽ വേണം, ഈ വിദ്യാഭ്യാസ സൗകര്യം വേണം, നല്ല കൃഷി നടക്കണം, പാടത്ത് വയലേലകളിൽ പണിയെടുത്ത് കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കണം, വ്യവസായം ഉണ്ടാകണം, തൊഴിൽ കിട്ടണം. ഇങ്ങനെയൊക്കെയുള്ള മൗലികങ്ങളായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അവർ ജാതി വികാരം ഇളക്കി വിടുന്നു. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ DMK നേതാവ് പറഞ്ഞു ഗോമൂത്ര സംസ്ഥാനങ്ങളാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ ഇതൊക്കെയാണ്. അവർ ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. വേറെ എന്തെങ്കിലും അവഹേളനാപരമായ അല്ലെങ്കിൽ അപകീർത്തിപരമായ അവമതിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും നെഗറ്റീവ് പൊളിറ്റിക്സാണ്. ഇവിടെ BJP മുന്നോട്ടേക്ക് വെച്ച പോസിറ്റീവ് പൊളിറ്റിക്സാണ്. ഭാവാത്മകമായ, ക്രിയാത്മകമായ, സർഗാത്മകമായ ആദർശ രാഷ്ട്രീയം. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ബോധ്യപ്പെട്ടു. മറ്റവർക്കാർക്കും ഞങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റിയില്ല. അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇവിടെ മോഡി സർക്കാർ ഇന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി നടപ്പിലാക്കി കാണിച്ച് കൊടുത്ത് വിജയിച്ച് അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. അല്ലാതെ ഞങ്ങൾ ഇന്നത് നടപ്പിലാക്കുന്ന വാഗ്ദാനമല്ല, നടപ്പിലാക്കിയതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചിരിക്കുന്ന ജനസമൂഹത്തിൻ്റെ ക്ലീൻ അവരുടെ സമ്മതി പത്രവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, വികസനമാണ്. അതിൽ യാതൊരു മായവും ചേർക്കാതെ സത്യസന്ധമായി ആത്മാർത്ഥമായി ജനഹൃദയങ്ങളിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് അവരെ സ്പർശിക്കുന്ന മാനുഷികങ്ങളായ പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. അത് പരിഹരിക്കും എന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ BJPക്കും NDAക്കും ഒക്കെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതായത് ഒരു പോപ്പുലർ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ അടിസ്ഥാന വികസനം, അത് ഈ രണ്ടും കൂടെയാണോ? ഇത് സാധാരണ രീതിയിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ ഈ ഒരു പോപ്പുലർ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള സ്കീംസ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആ വികസന പ്രവർത്തനങ്ങളും രാജ്യത്തിൻ്റെ പുരോഗതിയും തടസ്സപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർ കുറച്ചൊക്കെ ശ്രമിച്ചത് ഈ പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അടിസ്ഥാന വികസനം ഇല്ലാത്തത് കൊണ്ടുകൂടിയാണോ ജനങ്ങൾ അവരെ തിരസ്കരിച്ചത്? അത് തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ അസ്ലി ആൻഡ് നക്ലി എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പോലെ ഏതാണ് യഥാർത്ഥം ഏതാണ് വ്യാജൻ എന്ന് ജനം തിരിച്ചറിയും. കാരണം സാധാരണഗതിയിൽ ഈ ഒരു എന്താ പറയുന്നത് നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രിയമായ പദ്ധതികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ സോപ്പിന് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. എപ്പോഴും ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക, ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുക, ജനങ്ങൾക്ക് കിറ്റ് കൊടുക്കുക, സൗജന്യം കൊടുത്ത് ജനങ്ങളെ കൂടെ നിർത്തുന്നതായിരുന്നു ഇക്കാലം. അതെന്ന് പറയുമ്പോൾ പ്രകടന പത്രികയിൽ ഒന്ന് പറയും, ആ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അവസാനം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറെ ഫ്രീ പ്രഖ്യാപിക്കുക. ഇതായിരുന്നു എക്കാലവും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചു വന്ന നിലപാട്. അതിനൊരു മാറ്റം കൊണ്ടുവന്നത് BJP നരേന്ദ്രമോദിയുമാണ്.
കാര്യം നരേന്ദ്രമോദിയുടെ പദ്ധതികളൊന്നും തന്നെ ഇലക്ഷൻ ഓറിയന്റഡ് ആയിരുന്നില്ല. അത് വളരെ പ്രധാനമാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമായി രാജേട്ടൻ പറഞ്ഞതുപോലെ. കാരണം ഈ പദ്ധതികളൊന്നും ഇലക്ഷന് വേണ്ടി അല്ല എന്നത് വളരെ കൃത്യമായി. കാരണം ഇലക്ഷന് വേണ്ടി സബ്സിഡി പ്രഖ്യാപിക്കാനോ ഫ്രീ കൊടുക്കാനോ നരേന്ദ്രമോദി തയ്യാറായില്ല. നമ്മൾ നോക്കൂ, ഇപ്പൊ എല്ലാവരും പറഞ്ഞൊരു വിഷയമാണ് പെട്രോളിന്റെ വില. പെട്രോളിന്റെ വില വേണമെങ്കിൽ നരേന്ദ്രമോദിക്ക് 4 വോട്ട് കിട്ടാൻ വേണ്ടി വില കുറയ്ക്കാമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് വില കുറയ്ക്കാൻ തയ്യാറായില്ല. കാരണം എന്താ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ പെട്രോളിയം കമ്പനികളുടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന കടം വീട്ടണമായിരുന്നു, ഇന്ത്യ പെട്രോളിയം മേഖലയിൽ സ്വയം പര്യാപ്തത, ഇങ്ങനെ വിശാലമായ അർത്ഥത്തിലേക്കാണ് വില കുറയ്ക്കാതിരുന്നത്. അപ്പം അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ഈ ആത്മാർത്ഥത. അപ്പം മുമ്പ് പറഞ്ഞതിലെ ഈ വ്യാജം അനുകരണം എന്നുള്ളത് എന്തായാലും പിടിക്കപ്പെടും. നമുക്കറിയാം, രാഹുലിന്റെ പ്രകടനം ശ്രദ്ധിച്ചാൽ അറിയാം, നരേന്ദ്രമോദിയെ പോലെ വേഷം ധരിക്കുക, നരേന്ദ്രമോദി അമ്പലത്തിൽ പോകുമ്പോൾ രാഹുലും അമ്പലത്തിൽ പോവുക, പൂണുനൂല് ധരിച്ച് ഞാൻ ജാനുധാരി ബ്രാഹ്മണനാണെന്ന് പറയുക, ചിലയിടങ്ങളിൽ ദർഗയിൽ ചെന്ന് മുസ്ലിം തൊപ്പി വെച്ച് ഞാൻ മുസ്ലിമാണെന്ന് പറയുക, മറ്റിടത്ത് ചെന്നിട്ട് ഞാൻ സനാതന ഹിന്ദുവാണ്. ഇങ്ങനെയൊക്കെയുള്ള കോപ്പി പരിപാടികൾ അല്ലെങ്കിൽ അനുകരണ കലകൾ ജനം വെറുത്തു തുടങ്ങി. തന്നെയല്ല, നമ്മുടെ 2 അയൽ രാജ്യങ്ങള് ജനപ്രിയ പദ്ധതിയിലൂടെ നശിച്ചുപോയ ശ്രീലങ്കയും പാകിസ്ഥാനും. ആ സമയത്താണ് മോഡി അതാണ് ഈ 10ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തേക്ക് വരുന്ന ആ വികസനം. ആ വികസനത്തിലൂടെ മാത്രമേ ഈ ജനപ്രിയം, അതായത് ജനപ്രിയത എന്ന് പറയുന്നത് അടിസ്ഥാന വികസനത്തിലൂടെ സാധിക്കൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലോക്സഭയിലേക്ക് BJP പോകുന്നത്. അതെ, വിജയിച്ച് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. വെറും വാചക കസർത്ത് കൊണ്ട് വാഗ്ദാനങ്ങൾ വെച്ച് നിരത്തിയതുകൊണ്ടൊന്നും ജനങ്ങൾ അംഗീകരിക്കത്തില്ല. ജനങ്ങൾക്ക് അനുഭവിക്കണം. കൊള്ളാം. ഇപ്പോൾ പാവപ്പെട്ട ഒരു വീട്ടിൽ അവർ അടുക്കളയിൽ ഈ തീ ഊതി പുക മുഴുവൻ ശ്വസിച്ച ഒരമ്മ, ആ അമ്മയ്ക്ക് കക്കൂസ് പണിയാൻ സൗകര്യം കൊടുക്കുന്നു. അവിടെ ടോയ്ലറ്റ് സൗകര്യമായി പെൺകുട്ടികൾക്ക് സുകന്യ പദ്ധതിയിൽ ആ പെൺകുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം കിട്ടുന്നു. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു. ഇതൊക്കെ ഒരു പാവപ്പെട്ട ഒരു ഇന്നേ വരെ ഈ 75 വർഷക്കാലത്തിനിടയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. ഇത്രയും നാളുകളായിട്ട് ഈ പാവങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ ആരുണ്ടായിരുന്നു? അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, റോഡുകളുടെ വികസനം, കണക്ടിവിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് കണക്ടിവിറ്റി എത്ര വിമാനത്താവളങ്ങളായി, എത്ര റെയിൽവേ സ്റ്റേഷനുകൾ ഒക്കെ പരിഷ്കരിച്ചു, എത്ര ട്രെയിനുകളായി. ജനങ്ങൾക്ക് ആവശ്യം കണക്ടിവിറ്റിയാണ്. ആ കണക്ടിവിറ്റി തമ്മിൽ ബന്ധപ്പെടാൻ ഗതാഗത സൗകര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായി കാണുമ്പോൾ അവന് തന്നെ ഫീൽ ചെയ്യുകയാണ്, അവന് തന്നെ ഒരു ആത്മാഭിമാനം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് ആത്മനിർഭർ പദ്ധതികളിലൂടെ ഉണ്ടാക്കി കൊടുത്തത് ആത്മാഭിമാനമാണ്. ആ ആത്മാഭിമാനം, ആത്മവിശ്വാസം, ആത്മധൈര്യം ഇതെല്ലാം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു ഓരോ പദ്ധതികളിലൂടെ എന്നുള്ളതാണ്. അത് സ്വയം അവർക്ക് തോന്നുകയാണ്. നേഷൻ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മുടെ രാഷ്ട്രമാണ് വലുതെന്ന് പറയുമ്പോൾ പ്രസംഗിക്കാനുള്ള വിഷയമല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. ഓരോരുത്തർക്കും ഞാൻ ഭാരതീയനാണ് എന്നുള്ള അനുഭവം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. രാജസ്ഥാനിലെ ജനങ്ങൾക്കറിയാം, ഇനി രാജസ്ഥാൻ ഭരിക്കുന്ന ഭരണകൂടം BJPയുടെ കരങ്ങളിൽ സുശക്തമാണ് എന്നുള്ള ആത്മവിശ്വാസം അവരിലുണ്ടായി. തുടർച്ചയായിട്ട് ഈ അടുത്തൊരു ഭരണം കൂടി മധ്യപ്രദേശിൽ കൊടുത്തു കളയാം എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നിയതിൻ്റെ കാരണം സുസ്ഥിരമായ ഭരണം ഉണ്ടാകുന്ന വിശ്വാസത്തിൽ തന്നെയാണ്. ഈ സുസ്ഥിര ഭരണം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് തുടർച്ചയാണ്. ഒരു തുടർച്ചയായിട്ടുണ്ടായെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാനം വളരുകയുള്ളൂ. ഇന്നിപ്പോൾ തന്നെ അറിയാം, അവിടുത്തെ മധ്യപ്രദേശിലെ കാർഷികോൽപാദനം ഇരട്ടിയായി, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവ് ഇരട്ടിയായി തീർന്നു. അത് ചെറിയ കാര്യമല്ല. ധാരാളം വ്യവസായങ്ങൾ വന്നു. ഇത് രാജസ്ഥാനിലുള്ള ജനങ്ങൾ കാണുകയാണ്. രാജസ്ഥാനിലും ഇതുപോലെ തന്നെ ഉണർന്ന് വളർന്ന് വികസിച്ച് ആ സംസ്ഥാനവും ഒരു 1ാം നിരയിലേക്ക് പോകണം. മാത്രമല്ല, രാജസ്ഥാനിൽ ഇവർ കൊടുക്കാൻ പറയുന്ന ഫ്രീക്കകത്തൊന്നും ജനം വീണില്ല എന്നുള്ളത് വലിയ ഒത്തിരി വാഗ്ദാനങ്ങൾ നടത്തി രാജസ്ഥാനിൽ. അതുപോലെ ഒരു കരുതല്, അതായത് ഒരു ശിശു ഗർഭത്തിൽ ജനിക്കുമ്പോൾ മുതല് മാതൃബന്ധനം, ആ ഒരു മനുഷ്യനെ എങ്ങനെ സംരക്ഷിക്കും, ഒരു കരുതൽ എന്നുള്ളത് മാതൃബന്ധന പദ്ധതിയിലൂടെ ആ അമ്മയ്ക്കും അതുപോലെ കുട്ടിക്കും സ്ത്രീകളോട് കാണിച്ച അതിനുശേഷം കുട്ടികൾക്കുള്ള പദ്ധതികൾ, അതിനുശേഷം വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതികൾ, യുവാക്കൾക്കുള്ള പദ്ധതികൾ, അങ്ങനെ പെൻഷൻ വരെയുള്ള അടൽ പെൻഷൻ പദ്ധതി വരെയുള്ള, അതായത് ഈ സമഗ്ര വികസനം എന്ന് പറയുന്നത്, സമഗ്ര വികസനം, കോംപ്രിഹെൻസീവ്, അതായത് ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, എല്ലാ രംഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ വികസനമാണ്. ചെറിയ ഒരു 1-2 കാര്യങ്ങൾ സൗജന്യം കൊടുത്ത് പാട്ടിലാക്കാം സാധിക്കും പറയുന്നതല്ല. എനിക്ക് അതിനോട് ചേർക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ ഈ
നമ്മൾ ഈ പറയും വികസനം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ആ വാക്കിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യണം. കാര്യം നരേന്ദ്രമോദി നടപ്പാക്കിയത് വികസനമാണെന്നല്ല, പരിവർത്തനം. അതാണ് പറയേണ്ടത്. കാര്യം എന്താ പറയുക, ഈ വികസനം എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ റോഡ്, പാലം, തോട് എന്നിങ്ങനെയൊക്കെ വരും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു ശരാശരി മനുഷ്യന്റെ മനോനിലയിൽ, മുമ്പ് പറഞ്ഞു രാജേട്ടൻ പറഞ്ഞു, ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു പ്രൈഡ്, അതിനെ പരിവർത്തനം ചെയ്തു. കാരണം ചെറിയൊരു എക്സാമ്പിൾ, ഞാൻ പലയിടത്ത് യോഗങ്ങളിൽ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു അറ്റസ്റ്റേഷൻ. നരേന്ദ്രമോദി വരുത്തിയൊരു മാറ്റമാണ്. നമ്മുടെ പ്രേതം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ബാക്കി പത്രമായിരുന്നു ഈ അറ്റസ്റ്റേഷൻ എന്നുള്ളത്. കാര്യം എന്താ, ഒരു ചെറുപ്പക്കാരൻ ഒരു ജോലിക്ക് ചെല്ലുമ്പോൾ അവന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം. ആര് അറ്റസ്റ്റ് ചെയ്യേണ്ടത്? ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം. പണ്ട് ബ്രിട്ടീഷ് റൂളിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യക്കാർക്ക് ഗസറ്റഡ് ഓഫീസർ ആകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഓഫീസർമാരെന്ന് ഗസറ്റ്. അപ്പൊ ഇന്ത്യക്കാരനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന അവന്റെ ഒരു രൂഢമൂലമായ വിശ്വാസത്തിൽ നിന്നാണ് ഈ അറ്റസ്റ്റേഷൻ പരിപാടി ഉണ്ടായത്. നരേന്ദ്രമോദി വന്നപ്പോൾ പറഞ്ഞല്ലോ, ഇനി മുതൽ അറ്റസ്റ്റേഷനില്ല, സെൽഫ് അറ്റസ്റ്റേഷനിലേക്ക് വന്നു. നോക്കൂ, അത് ചെറിയ നടപടിയാണെങ്കിലും അത് ഉണ്ടാക്കിയെടുത്തൊരു ഇമ്പാക്റ്റ്, ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം ഞാൻ എൻ്റെ കാര്യം, എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അറ്റസ്റ്റ് ചെയ്താൽ മതി, സെൽഫ് അറ്റസ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ സുഷമാജി പറഞ്ഞല്ലോ, ചന്ദ്രനിൽ അകപ്പെട്ടാലും രക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാന ബോധം, ഇപ്പൊ ഇന്ത്യൻ കറൻസിക്ക് കിട്ടുന്ന വാല്യൂ, ഇന്ത്യൻ പാസ്പോർട്ടിന്, ഇന്ത്യൻ കൊടിക്ക്, നമ്മൾ കണ്ടു ഈ സിറിയയിൽ നിന്നൊക്കെ പാകിസ്ഥാൻകാർ പോലും ഇന്ത്യൻ കൊടി വെച്ചിട്ടാണ് രക്ഷപ്പെട്ടത്. കവചം അതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് കടന്നു പോകാൻ റഷ്യയും ഉക്രൈനും യുദ്ധം നിർത്തിവെക്കുന്നു. കേട്ടുകഴിവില്ല. അപ്പൊ ഇത്തരത്തിലൊരു പരിവർത്തനം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അവർക്കുണ്ടാകുന്ന ആത്മാഭിമാനം, അതുകൊണ്ടാണ് ഈ ഫ്രീ ആരും ഇപ്പൊ അംഗീകരിക്കാത്തത്. എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ വോട്ട് ചെയ്യും എന്നിടത്ത് നിന്ന് മാറ്റിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്ത് അവരുടെ ആത്മാഭിമാനത്തെ സ്പർശിച്ചു. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഇന്ത്യക്കാരന്റെ ഗൗരവം, ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ ആത്മാഭിമാനത്തെ സ്പർശിച്ചത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഈ ലോക്സഭ ഇലക്ഷൻ വരുന്ന അവസരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്തവർ, അവർ യോജിക്കുന്ന ഒറ്റ കാര്യത്തിലാണ് നരേന്ദ്രമോദിയെ എതിർക്കുക എന്നുള്ള. BJP പോലും അല്ല, നരേന്ദ്രമോദി എന്നുള്ളത്. അവരുടെയാണ് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികൾ. അവരെത്രമാത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അവർക്ക് എത്രമാത്രം ഒരു പ്രകടന പത്രികയോ അല്ലെങ്കിൽ വാഗ്ദാനമോ ഒരു കോമൺ മിനിമം പ്രോഗ്രാമോ പോലും വെക്കാനുള്ള സാഹചര്യമുണ്ടോ? അത് എങ്ങനെയാണ് ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഓരോ സംസ്ഥാനങ്ങളും ആ ഓരോ നേതാക്കന്മാരുടെ ഓരോ പാർട്ടിയുടെ രാഷ്ട്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ആ രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെ വിലയിരുത്തുന്നത്? ലോക്സഭാ ഇലക്ഷൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നോക്കുക, ആരാണോ എതിർ പക്ഷത്ത് നിൽക്കുന്ന ആ ആളിനെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയാൽ, അതായത് യശോഹത്യ നടത്തിയാൽ നമുക്ക് നേടിയെടുക്കാം എന്നൊരു കണക്കുകൂട്ടൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അയാളെ അങ്ങ് ഇല്ലാത്ത കാര്യങ്ങൾ നിരവധി പറഞ്ഞ് കള്ള കേസുകളിൽ കൊടുക്കുക, കള്ള പ്രചരണങ്ങൾ നടത്തുക, അങ്ങനെ ആളിനെ അങ്ങ് പിച്ചി ചീന്തി പ്രചരണങ്ങൾ മുഴുവൻ ഒരാൾക്കെതിരെ അങ്ങ് നടത്തിക്കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഭാരത രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അത് മാറി എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിനും മോഡി മറുപടി പറയാൻ പോയില്ല. മറുപടി പറഞ്ഞത് എന്താണ്? താൻ തൻ്റെ പ്രവർത്തനത്തിലൂടെയാണ്. ഓരോന്നും കാണിച്ചു കൊടുക്കുകയായിരുന്നു, ഓരോന്നും നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ പരിവർത്തനമാണ് എന്നുള്ളത് ശരിയാണ്, പരിവർത്തനമാണ്. അതേസമയം ഞാൻ ഒരു വാക്കൂടെ നോക്കുകയാണ്, നവോത്ഥാനമാണ്. ഇതൊരു നവോത്ഥാനം കൂടിയാണ്. വെറും വികസനം എന്ന് പറയുന്നത് മെറ്റീരിയൽ, ഭൗതികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുടെ മാത്രമാണ്. ഇതല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ പൗരനുമുണ്ടാകുന്ന വികാര വിശ്വാസ സങ്കല്പങ്ങളുടെ ഒരു വേലിയേറ്റം, അതിൻ്റെ ഒരു സൂര്യകിരണം, ഒരു വെളിച്ചം അവനുണ്ടാവുകയാണ്. വാസ്തവത്തിൽ അത് ഫീൽ ചെയ്യുന്ന ഇവിടെയല്ല, വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഭാരതീയനാണ്. അവർക്ക് അവിടെ അന്തസ്സോടും അഭിമാനത്തോടും കൂടി തങ്ങളുടെ ജോലി ചെയ്യാനും തങ്ങൾക്ക് അവിടെ തലയുയർത്തി നിൽക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഭാരതത്തിന് പുറത്ത് മറ്റ് രാഷ്ട്രങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഭാരതത്തിൻ്റെ ഭരണത്തലവൻ വേണ്ടി വരുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം വാസ്തവത്തിൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. അതെ, ഖത്തറിലെ, അതെ, പിന്നെ നയതന്ത്ര നേട്ടമല്ലേ ഏറ്റവും വലിയ. മറ്റ് രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തക്ക വിധത്തിൽ അന്തർദേശീയ തലത്തിലേക്ക് ഒരു ഭാരതത്തിൻ്റെ ഭരണത്തലവന് ഉയരാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു വിശ്വാസം,
ഒരു നവോത്ഥാനം, ജനങ്ങളുടെ ഇടയിൽ ഒരു നവോത്ഥാനം. പിന്നെ രണ്ടാമത്തെ കാര്യം, മതവിഭാഗങ്ങൾ തമ്മിൽ ഒരു വലിയ രീതിയിലുള്ള വൈരവും സ്പർദ്ധയും വിദ്വേഷവും ജനിപ്പിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മുതലെടുപ്പ് നടത്തിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നൊരു കണക്കൂട്ടുണ്ടായിരുന്നു. അതും തെറ്റിച്ചു. അതും തെറ്റിപ്പോയി. ഒരു കലാപം പോലും ഭാരതത്തിലുണ്ടായിട്ടില്ല. വർഗീയ കലാപങ്ങൾ എന്ന് പറയുന്ന പഴങ്കഥയായി. അത് കോൺഗ്രസിൻ്റെ ഭരണകാലത്തായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അന്ന് ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് വിദ്വേഷമുണ്ടാക്കി അവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുന്നതിലുള്ള എതിർപ്പ് മറ്റൊരു കൂട്ടർ പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് കലാപങ്ങൾ ഉണ്ടായത്. വിദ്വേഷം ജനിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മത സംഘർഷത്തിനെക്കാട്ടും ജാതി കലാപങ്ങൾ, ജാതി സംഘടനകളില്ലാതെ അത് വലിയൊരു വിഷയമാണ്. ഇവര് ജാതി ഇളക്കി വിട്ട് സെൻസസിന്റെ കാര്യം പറയുന്നത്, മതം നോക്കി ഇപ്പോഴും അതല്ല ചെയ്യുന്നത്, ഇപ്പോഴും അതാണ് ചെയ്യുന്നത്. അതിനൊക്കെ കൊടുത്ത ചുട്ട മറുപടിയാണ് വാസ്തവത്തിൽ, ചുട്ട മറുപടിയാണ്. ഇപ്പോൾ ഞാൻ മിസോറാമിലെ കാര്യം പോലും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മിസോറാമിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാടെ അടിപടലയോടെ താഴെ പോയി. അതേസമയം ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ വളർന്ന് വികസിക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ ഒരു സീറ്റിൽ നിന്ന് 2 സീറ്റായി. കോൺഗ്രസ് 5-1 അതെ. അല്ല, അതേ കേരളത്തിലെ ഒരു മാധ്യമം, പേര് പറഞ്ഞ ശരിയല്ല, ഒരു മാധ്യമം നടത്തിയ സർവേയില് അവർ പറഞ്ഞൊരു കാര്യം, ഈ മണിപ്പൂര് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന മിസോറാമിലാണ്. കോൺഗ്രസ് ഭരണകക്ഷിയായി തിരിച്ചെത്താൻ പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് മിസോറാമിന്റെ ഭരണത്തിലേക്ക് തിരികെ വരാൻ പോകുന്നത് മണിപ്പൂരിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് അവർ വിലയിരുത്തിയത്. ഉള്ള സീറ്റ് പോയി ഒരു സീറ്റ് 5-1 ഒറ്റ കക്ഷിയാവെന്ന് പറഞ്ഞ ഒറ്റ MLA 5 സംസ്ഥാനത്ത് അവർ ഇളക്കി വിട്ടത് മണിപ്പൂർ വിഷയമാണ്. ഈ 5 സംസ്ഥാനത്തും ലോക്സഭാ ഇലക്ഷന് തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം സീറ്റുകളും BJPക്ക് NDAക്ക് ആയിരിക്കും കിട്ടുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ പറയുന്ന കാര്യം കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നാണ്. പക്ഷെ അതിന് ഏറ്റവും വലിയ എതിരായിട്ടുള്ള പോയിന്റ് ഈ കഴിഞ്ഞ ബജറ്റിൽ 48ാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ ബാലഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപം 1,33,000 കോടി രൂപ അത് കേന്ദ്രത്തിൻ്റെ വകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നാഷണൽ ഹൈവേയുടെ മാത്രമാണ് പറയുന്നത്, ഒരു പ്രോഗ്രാമിൻ്റെയാണ് പറയുന്നത്. അതേ സമയത്ത് അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട് കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനം 1,37,000 കോടി മാത്രമാണ്. ഏതാണ്ട് അതിന് തുല്യമായിട്ട് തന്നെ മൂലധന നിക്ഷേപം കേന്ദ്രം നടത്തുക. അതിൽ നിന്നാണല്ലോ തൊഴിൽ കിട്ടുന്നത്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത്, സമൂഹത്തിലേക്ക് ഇത് എത്തിച്ചേരുന്നത്. അതുപോലെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 53,000 കോടി രൂപ കൊടുത്തിരിക്കുന്നു. കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. എന്നിട്ടും ഇനി വേണ്ട നമ്മുടെ മറിയക്കുട്ടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു കോടതി പറഞ്ഞ കാര്യം കേന്ദ്രം പൈസ തന്നില്ലെന്നാണ്. അവര് 521 കോടി രൂപയാണ് ചോദിച്ചത്, കേന്ദ്രം 602 കോടി രൂപ കൊടുത്തു. ഇതും തീർച്ചയായിട്ടും ജനങ്ങൾ വിലയിരുത്തും. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിലെ ഇപ്പം നമുക്കറിയാം, ഇവിടെ വന്ദേ ഭാരത് വന്നത് ആദ്യം 1 വരുമെന്ന് പറഞ്ഞു, 2ന് വേണ്ടി അവർ ചോദിക്കുന്നതിന് 2ാമത്തെ വന്നു, 3 വന്നു, 4 വന്നു. പിന്നെ ആരും ചോദിക്കാതിരുന്നപ്പോൾ 5ാമത്തത് മദ്രാസിൽ നിന്നും വന്നു. ഇപ്പൊ ആ രീതിയിലുള്ള വികസനം ഇതെല്ലാ സംസ്ഥാനങ്ങളിലും ആണല്ലോ. കേരളത്തിൽ ഒരു MLA ഇല്ലാത്ത, ഒരു MP ഇല്ലാത്ത കേരളത്തിൽ ഇതാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആയിരിക്കുമല്ലോ, ആ ഒരു മാനസികാവസ്ഥയിലേക്കുള്ള പോക്കായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതായത് ഒരു സംസ്ഥാനം രക്ഷപ്പെടണമെങ്കിൽ ശക്തമായ ഒരു കേന്ദ്രം ഉണ്ടായിരിക്കണം. ഈ തിരിച്ചറിവ് ഈ 5 സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതെ അതെ, ശക്തമായ ഒരു കേന്ദ്രം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ രക്ഷയ്ക്ക് ഈ സംസ്ഥാനം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ മോഡിയോടൊപ്പം ചലിക്കുന്ന ഒരു ഭരണകൂടം സംസ്ഥാനത്തുണ്ടാകണം എന്നുള്ള ജനങ്ങളുടെ അടങ്ങാത്ത ഒടുങ്ങാത്ത ദാഹമാണ്. ഈ കുരിഞ്ഞു മുമ്പേ ചോദിച്ചില്ല ഇന്ത്യ മുന്നണിയുടെ കാര്യം. ഇന്ത്യ മുന്നണിയുടെ കാര്യം ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത്ര കാലവും അവർ ഇന്ത്യ മുന്നണിയുടെ ഫേസ് ആയിട്ട് പറഞ്ഞ രാഹുലിനെയാണ്. വളരെ പെട്ടെന്ന് ഇപ്പൊ മമതയുടെ നിർദ്ദേശത്തോട് ഖാർഗെ മുൻപിലേക്ക്, ഖാർഗെയാണ് അവരുടെ ഖാർഗെയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വരെ അവര് പറഞ്ഞു. പിന്നെ നോക്കൂ, ബീഹാറിൽ നിന്നുണ്ടായ അസ്വാരസ്യം. ഇപ്പൊ വരുന്ന ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് JDUവിന്റെ അധ്യക്ഷനായിട്ട് നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. ഇപ്പൊ JDU BJPയുടെ അലയൻസിലേക്ക് വരുന്നു, NDAയിലേക്ക് വീണ്ടും വരുന്നു എന്നാണ് വാർത്തകൾ പുറത്ത്. അപ്പം അത് അവിടെ കഴിയാണ്. പിന്നെ മുമ്പ് രാജേട്ടൻ പറഞ്ഞതുപോലെ ഇവര് ഉണ്ടാക്കിയെടുക്കുന്ന നോർത്ത് സൗത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ദക്ഷിണൻ രാഷ്ട്രീയവും, അത് അവരവിടെ പയറ്റുക. അതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദി പഠിക്കാൻ. ഹിന്ദി പറഞ്ഞപ്പോൾ അത് പറ്റില്ല, ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നിതീഷ് കുമാറിനോട് പറഞ്ഞു. നിതീഷ് കുമാർ പറഞ്ഞത് ഹിന്ദി പഠിച്ചിട്ട് വരാൻ പറഞ്ഞ അത് തുടങ്ങി. മുമ്പ് പറഞ്ഞ ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന, സനാതനധർമ്മത്തിനെതിരെയും ഗോമൂത്ര സംസ്ഥാനങ്ങളെന്നും ബീഹാറുകളും UPക്കാരും വരുന്നത് ഞങ്ങളുടെ കക്കൂസ് കഴുകാനാണ്
ഇംഗ്ലീഷ് പഠിക്കാത്തത് കൊണ്ട് എന്ന് പറഞ്ഞതും ഇന്ത്യ മുന്നണിക്ക് അത് വലിയ വിഷയമുണ്ട്. അത് ഏറ്റവും കൂടുതൽ അതിന്റെ കാഷ്വാലിറ്റി സംഭവിക്കാൻ പോകുന്ന കോൺഗ്രസിനായിരിക്കും. അത് തന്നെയാണ് ഇപ്പൊ അയോധ്യയിൽ സംഭവിക്കുന്നത്. കോൺഗ്രസിന് ഇപ്പൊ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ ക്ഷണം സ്വീകരിക്കണോ വേണ്ട എന്നുള്ള ഒരു ഡിലമയുണ്ട്. ആദ്യം കുമ്മനം പറഞ്ഞ പാൻ ഇന്ത്യൻ വീക്ഷണമുണ്ട്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ ഒരു വൈരുദ്ധ്യം ഉണ്ടാവും. എന്ത് വേണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലേക്ക് ഒരു ശക്തമായ കേന്ദ്രം എന്നുള്ളത് പ്രദാനം ചെയ്യാൻ കോൺഗ്രസിനെ കൊണ്ടാവില്ല, ഇന്ത്യ മുന്നണിക്ക് ആവില്ല. സംസ്ഥാനങ്ങൾക്ക് ആവശ്യം ശക്തമായ ഒരു കേന്ദ്രം ഉണ്ടാവുക എന്നുള്ളതാണ്. ഏത് ആപൽഖണ്ഡത്തിലും സംസ്ഥാനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൈനീട്ടി സഹായിക്കാൻ കഴിയുന്ന ശക്തമായ സാമ്പത്തിക ഭദ്രത കൊണ്ടും അതുപോലെ തന്നെ എല്ലാ രംഗങ്ങളിലുള്ള വികസന ഉന്മുഖമായ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുന്നതിലൂടെ ഒക്കെ കേന്ദ്രത്തിൻ്റെ കൈ ഞങ്ങളുടെ സഹായമായിട്ടുണ്ട്. ആ തണലിലാണ് ഞങ്ങൾ നിൽക്കേണ്ടത് എന്ന ബോധ്യം വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വളരെ വ്യക്തമാണ്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ മണിപ്പൂർ വിഷയം, പാലസ്തീൻ വിഷയം, ജാതിക്കാർഡ്, ഇതെല്ലാം ഇളക്കി നോക്കിയില്ലേ? എല്ലാം ഇട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇട്ട് നോക്കിയില്ലേ? ഒന്നും ഏശിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോട്ടറുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് അയാളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ പാലസ്തീനിലെന്ത്, മണിപ്പൂരിലെന്ത്, ഈ കള്ളപ്രചരണത്തിലൂടെയൊന്നും ആളുകളെ സാധിക്കില്ല. ജീവൽ പ്രശ്നങ്ങളുടെ ഒരു കാര്യം, ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് വീടാണ്. വീട് വന്നു കഴിഞ്ഞാൽ വെളിച്ചം, വീട് PMAY ഉണ്ട്, വെളിച്ചം എന്ന് പറഞ്ഞ സൗഭാഗ്യ പദ്ധതിയുണ്ട്. അത് കഴിഞ്ഞാൽ അരി വേണം, അരി കൊടുക്കുന്നുണ്ട്, കുടിവെള്ളമുണ്ട്, ജൽജീവൻ പദ്ധതിയുണ്ട്. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കുട്ടി ഗർഭത്തിൽ ജനിക്കുമ്പോൾ തൊട്ട് അവന്റെ വാർദ്ധക്യ കാലം വരെ ഉള്ള സൗജന്യ ആയുഷ്മാൻ ഭാരത് സൗജന്യമായിട്ട് സൗജന്യ റേഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഹെൽത്ത് കെയർ, അതാണ് ജീവൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെയല്ലേ ജോലി, ജോലിക്കുള്ള, അതായത് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ 1.5 വർഷത്തിനിടയിൽ 10 ലക്ഷം സർക്കാർ ജോലി. അതെ, 10 ലക്ഷം സർക്കാർ ജോലി. അത് വെറുതെ അല്ല, പാർട്ടി നോക്കിയിട്ടല്ല, ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂ നടത്തി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പരസ്യമായിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു, മന്ത്രിമാർ വിതരണം ചെയ്യുന്നു. ലോകത്ത് ഇന്ന് വരെ ഒരു രാജ്യത്ത് 1.5 വർഷത്തിനിടയിൽ, അത് ഒക്ടോബറിലാണ് 2021 ഒക്ടോബറിലാണ് പ്രഖ്യാപിക്കുന്നത്, ഈ മാർച്ച് കൊണ്ട് തീരുകയാണ്. അതായത് 1.5 വർഷം കൊണ്ട് ഏതാണ്ട് 10 ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു. അതുപോലെ 80 കോടി ജനങ്ങൾക്ക് അരി കൊടുക്കുന്നു. ഇങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറുപ്പക്കാർ, എനിക്ക് തോന്നുന്നു മുമ്പ് രാജേട്ടൻ പറഞ്ഞതിന്റെ ഒരു ബാക്കിയായിട്ട് പറയുന്നത്, പുതിയ തലമുറ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികവാദത്തിനേക്കാൾ ഉപരിയായി ഇന്ത്യ നന്നാവണം എന്ന ചിന്തയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു പ്രാദേശികവാദം. അപ്പൊ നോക്കൂ, ഈ മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തിൽ ഏറ്റവും വലിയ കാഷ്വാലിറ്റി ആയത് നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇന്ത്യ എന്ന ഒരു സങ്കല്പത്തിന്. കാരണം എന്താ, പ്രാദേശിക പാർട്ടികളുടെ വിരട്ടലിനും വിലപേശലിനും വഴങ്ങി കൊടുക്കേണ്ടി വന്നു. എല്ലാം സഖ്യകക്ഷി ഭരണമാണല്ലോ. മമത കണ്ണുരുട്ടുമ്പോൾ അവിടേക്ക് കുറെ കൊടുക്കേണ്ടി വരും. നിതീഷ് കണ്ണുരുട്ടുന്നു, DMK കണ്ണുരുട്ടുന്നു, സമാജ്വാദി പാർട്ടി നടത്തുന്നു, UP അവിടെ നടത്തുന്നു, ഇവിടെ മഹാരാഷ്ട്ര. ഇങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ രാജ്യത്തിന് എന്തു വേണം എന്നത് നടപ്പാക്കാൻ മൻമോഹൻ സിംഗിന് പറ്റിയില്ല. എല്ലാം പ്രാദേശിക തലത്തിൽ നാഷണൽ വിഷൻ ഉണ്ടായി. അപ്പൊ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞിട്ട് ശക്തമായ ഭരണമായപ്പോൾ എന്താ നോക്കൂ, നോട്ട് നിരോധനമായാലും GST നടപ്പാക്കാൻ മൻമോഹൻ സിംഗിന് ഒരിക്കലും പറ്റില്ലായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ഘടകകക്ഷി വരട്ടി കഴിഞ്ഞാൽ GST ആക്കി മാറ്റി വെക്കേണ്ടി വരും. ഇത്രയും കാലം നടപ്പാക്കും. നരേന്ദ്രമോദി അങ്ങനെ വരട്ടാൻ ആരുമില്ല. ശക്തമായ ഭരണം വന്നപ്പോൾ, സിംഗിൾ പാർട്ടിയുടെ മെജോറിറ്റി, നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാർട്ടി വന്നപ്പോൾ രാജ്യത്തിന് എന്ത് വേണം അത് നടപ്പാക്കാൻ തയ്യാറായി എന്നുള്ളത് പുതിയ തലമുറ ശ്രദ്ധിക്കുന്നുണ്ട്. മുമ്പ് ഈ പറഞ്ഞാൽ തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിൽ അത് തന്നെയാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല, സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കണമല്ലോ, എല്ലാവരും പിൻവലിച്ചുകൊണ്ട് പോകും. ഇപ്പൊ ആ ഒരു പ്രശ്നമില്ല. മാനിഫെസ്റ്റോ എന്ന് പറയുന്ന സാധനം അലമാരി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രമുള്ള സാധനമായിരുന്നു എന്നാണ്. ഇപ്പോഴാണ് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ ചിട്ടയോടുകൂടി അത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതാണ് ഈ മാനിഫെസ്റ്റോ എന്ന് അനുഭവവേദ്യമായത് ഇപ്പോഴാണ്. അതെ, അതുകൊണ്ടൊരു വിഷനോട് കൂടിയുള്ള ഒരു ഭരണം, ജനങ്ങൾക്ക് പ്രത്യാശ കൊടുക്കുന്ന ഒരു ഭരണം, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണം, അതുപോലെ ലോകത്തിലെ തന്നെ ഒരു 3-ാം സ്ഥാനത്തേക്ക് വരുന്ന, 3-ാം സാമ്പത്തികമായിട്ട് വളർച്ചയിലേക്ക് വരുന്ന ഒരു ഭരണം, ഒരു സാമൂഹിക സമരസത അല്ലെങ്കിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെടുന്നു ഇത് ഈ സർക്കാർ എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. 2024 തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു മാറ്റുരയ്ക്കുന്നതായിരിക്കും. അത് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള
ഇന്ത്യ അലയൻസിന് അതിനെ നേരിടാൻ സാധിക്കില്ല എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ തകർന്നു പോയ ഒരു കൂടാരമാണ്. ഓരോരുത്തരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂടാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റേ മറുവശത്ത് പ്രബലമായ കെട്ടുറപ്പുള്ള ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന, എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും അചഞ്ചലമായി അതിനെ നേരിടാൻ കരുത്തും തൻ്റെ ഇടവുമുള്ള ഒരു ഉറച്ച ഭരണകൂടം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും 2024 തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്, ഉറച്ച ഭരണം ഉണ്ടാകണം. ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്നൊക്കെ പറയുന്നത് അത് അനുഭവിക്കാനുള്ളതാണ്, പ്രസംഗിക്കാനുള്ളതല്ല, അത് അനുഭവിക്കാനുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഈ NDA മുന്നണിക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ജനമാണ്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുര്യൻജി പറഞ്ഞതുപോലെ 2 മുന്നണികളെ ജനങ്ങൾ നോക്കുമ്പോൾ, ഒന്ന് കിട്ടിയ അവസരങ്ങൾ മുഴുവൻ പാഴാക്കിയ കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി, മറ്റേത് കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ച BJPയുടെ മുന്നണി. ഇത് രണ്ടുമാണല്ലോ ജനങ്ങളുടെ മുൻപിൽ വരുന്നത്. കാര്യം ജനങ്ങൾക്കറിയാം 60 വർഷം ഭരിച്ചിട്ട് ഒന്നും തരാൻ പറ്റാത്തവർക്ക് ഇനി 5 വർഷം കൊണ്ടൊന്നും തരാനില്ല. അത് കൃത്യമാണ്. നേരെ പറഞ്ഞ് നരേന്ദ്രമോദി, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു ഗുരുജി പറഞ്ഞിട്ട്. അതായത് തറക്കല്ലിട്ട പദ്ധതി സ്വന്തമായി ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഏക പ്രധാനമന്ത്രിക്കൊന്നും നരേന്ദ്ര. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു നേതാവ് തറക്കല്ലിട്ട് പോകും തലമുറകൾ കഴിഞ്ഞിട്ടാണ്. ഇപ്പം ഞങ്ങളുടെ ഗുജറാത്തിൽ അന്ന് നമ്മുടെ BJPയുടെ ടീമിന്റെ ഭാഗമായി പോയപ്പോൾ ഞങ്ങൾ കണ്ട നമ്മുടെ സർദാർ സരോവർ പദ്ധതി നർമ്മദാ നദിയിലുള്ളത് ജവഹർലാൽ നെഹ്റു തറക്കല്ലിട്ടത്, ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നേരെ മറിച്ച് നരേന്ദ്രമോദി തറക്കല്ലിട്ട് ഒരു പദ്ധതി മുടങ്ങിക്കിടപ്പില്ല, അത് നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കഴിഞ്ഞ 10 വർഷം. നമ്മുടെ ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് 42 വർഷം, ആലപ്പുഴ ബൈപ്പാസ് 42 വർഷം എടുത്തു. എനിക്കൊന്ന് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തറക്കല്ലിട്ട സാധനം നരേന്ദ്രമോദി വന്നപ്പോഴല്ലേ സാധ്യമായത്. അപ്പൊ മോദി സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ട പദ്ധതികൾ മോദി സർക്കാർ തന്നെ ഉദ്ഘാടനം ചെയ്തു എന്നത് വലിയൊരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഒരു തറക്കല്ലിലും കാക്ക കാഷ്ടിച്ചോ മറ്റേ അനാഥമായോ കിടക്കുന്നില്ല. അതിന് മുകളിൽ പദ്ധതികൾ ഉണ്ടായി, അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. അതാണ് ജനങ്ങൾക്ക് മുന്നിലുള്ള 2 മാതൃക. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.